ഇപ്പോൾ ജയിക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ അന്ന് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഏക സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൽ റിവെഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. സത്യം ഇതൊക്കെ പൊളിറ്റിക്സാണ്. ഇപ്പോഴും ആ റിവെഞ്ച് ബാക്കിയുണ്ടോ? അതിന് ചില ഭാഗങ്ങളിലൊക്കെ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് റിവെഞ്ചിൻ്റെ. അല്ല അത് മാത്രമല്ല തൃശ്ശൂരും പോയി അതെ, തൃശ്ശൂരും പോയി തൃശ്ശൂർ പോകാൻ കാരണം സിസ്റ്റർ ആ നേരത്ത് പോയല്ലോ. സിസ്റ്റർ പോയപ്പോൾ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി തൃശ്ശൂരുള്ള കോൺഗ്രസ്സുകാർക്ക്. കാരണം ഒരു വല്ലാത്തൊരു ഒഴുക്കുണ്ടാവും എന്നുള്ള ഭയം ഉണ്ടായി. അപ്പോഴാണ് പാർട്ടി അങ്ങോട്ട് പോകാൻ പറ്റുക. അല്ലെങ്കിൽ ഞാൻ വടകര എന്നാൽ സുഖാര്യ ജയിക്കുകയായിരുന്നു. അത് നന്നായില്ല. അതുകൊണ്ട് ഇപ്പോൾ നിയമസഭ മത്സരിക്കാൻ അതുകൊണ്ട് നിയമസഭയിൽ മത്സരിക്കാൻ. അപ്പോൾ ഇപ്പോൾ നിയമസഭയിലത്തെ ഇലക്ഷൻ വന്നപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ എല്ലാ ദിവസവും പത്രത്തിലുണ്ട്, പാലക്കാട് മത്സരിക്കും, ഗുരുവായൂർ മത്സരിക്കും, എല്ലാ സീറ്റിലും പേരുണ്ടായിരുന്നു. അതെ. അപ്പം ഞാൻ 2 കാര്യം പറഞ്ഞു പാർട്ടിയോട്. മത്സരിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവ്, കാരണം അതെൻ്റെ ഒരു കുടുംബം പോലെയാണ്. അതിൻ്റെ എന്ത് റിസൾട്ട് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം ആ കുടുംബമാണ്, ഈ മണ്ണെന്നെ ചതിക്കില്ല. അതുകൊണ്ട് ഞാനിവിടെ തന്നെ മത്സരിക്കാം. രണ്ടാമത്തത്, ഇനി വേറെ എവിടേക്കുമില്ല. ഇനി ഒരു ലോക്സഭയിലേക്ക് ഇനി ഒന്നുമില്ല. ഇനി മത്സരം വട്ടിയൂർക്കാവിൽ മാത്രമേ ഉള്ളൂ. അല്ല, അതാണ് വട്ടിയൂർക്കാവുകാർ ചോദിക്കുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടു, അവിടെ നിട്ടിട്ട് പോയി, വീണ്ടും വന്നാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നതാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇത്രയും ആ വിട്ടുപോയ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ മാനസിക പ്രയാസം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് സാധിച്ച ആ സന്തോഷം എനിക്കുണ്ട്. പക്ഷേ എന്നെ വിമർശിക്കുന്ന LDFകാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അന്ന് പ്രശാന്ത് മേയറായിരുന്നല്ലോ, അതേ അസംബ്ലിയിൽ ജയിച്ചു, മേയർ സ്ഥാനം രാജിവെച്ച് കൗൺസിലർ സ്ഥാനം രാജിവെക്കണമല്ലോ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച്. അത് രാജിവെച്ചപ്പോഴല്ലേ കഴിഞ്ഞ കോവിഡ് കാലത്ത് അവിടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നില്ലായിരുന്നു. ഞാൻ രാജിവെച്ച ഉടനെ ബൈ ഇലക്ഷൻ വന്നു, പ്രശാന്ത് ജയിച്ചു. അപ്പോൾ ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഒരു കാര്യത്തിനും ഡിസ്റ്റർബൻസ് വന്നിട്ടില്ല. മാത്രമല്ല പുതിയ MLA വരുന്നവരെ ഞാൻ തന്നെ ഇവിടെ എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു. മനസ്സിലായി. അപ്പോൾ പക്ഷേ ഈ കോവിഡ് കാലത്ത് കഴക്കൂട്ടത്തൊരു കൗൺസിലർ ഉണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നതല്ലേ. ഇവരുടെ തന്നെ എത്രയോ ആളുകൾ ഞാൻ പറയാം, എൻ്റെ കൂടെ ആയിരുന്നല്ലോ ആരിഫ് ഉണ്ടായിരുന്നേ. ഇടതുപക്ഷത്തിൻ്റെ 6 പേര് മത്സരിച്ച് ഒരാളെ ജയിച്ചുള്ളൂ. UDFൻ്റെ ഞാൻ, പ്രകാശ്, IB, ഞങ്ങൾ 3 പേരും ജയിച്ചു. അപ്പോൾ പിന്നെ ഞാൻ തൃശ്ശൂർ പരാജയപ്പെട്ടതിന് ശേഷം ഞാൻ തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു ഇനി വേറെ എവിടേക്കും ഇല്ല, ഞാൻ ഈ പാർലമെൻറ്റ് മത്സരത്തിനൊന്നുമില്ല. ഞാൻ ഒന്നാമത് മത്സരിക്കാനുള്ള മൂഡ് പോയി. ഞാൻ തൃശ്ശൂരും ഒക്കെ ആയപ്പോൾ തന്നെ മൂഡ് പോയി. ഞാൻ പറഞ്ഞു ഇനി തൽക്കാലം വരട്ടെ, ഇനി അടുത്ത ഇലക്ഷൻ പാർലമെൻറ്റ് വല്ലതും നോക്കാം, അസംബ്ലിയിൽ ഇനി കടന്ന് ഇവരുടെ പുതിയ ആൾക്കാരെ കൊണ്ട് ഇടിക്കാനൊന്നുമില്ല എന്ന് അപ്പോഴാണ് പാർട്ടി നേതൃത്വം പറഞ്ഞാൽ മത്സരിക്കാതെ മാറി നിൽക്കണ്ട. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്ക് വട്ടിയൂർക്കാവ് മതി.